ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാർബിക്യൂ സോസ് ആണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി പേസ്റ്റ് ആക്കി എടുത്താലും മതി. ഇപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ടൊമാറ്റോ സോസ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ അളവിനായിട്ട് എടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു കപ്പാണ്. ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളമാണ് അതിൽ വരുന്നത്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണത്. അത് 1/2 കപ്പോളം വരും. അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കടുക് നമ്മളൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അതും ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ അത്രയും വലിപ്പമുള്ള സ്പൂണല്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു 1/2 സ്പൂൺ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടി ലൂസായിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ലൂസായി കിട്ടും. ഇതേ സമയം നമുക്ക് ആവശ്യമുള്ള ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് കൂടി പോകാതെ നോക്കണം. സോയാ സോസിന് തന്നെ ഒരു ഉപ്പും സ്വല്പം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഉപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ലൂസായി പോയാലും നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിക്കുമ്പോൾ അത് പിടിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള സോസ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഹണി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മധുരമുള്ള സോസായിട്ട് കിട്ടും. അതെല്ലാം നമുക്ക് കുറച്ച് എരിവാണ് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചില്ലി സോസ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.